കണ്ണൂർ സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘർഷം MSF UUCയുടെ കയ്യിൽ നിന്ന് SFI പ്രവർത്തക ബാഗ് തട്ടിപ്പറിച്ചു. SFI MSF പ്രവർത്തകർ തമ്മിൽ സംഘർഷം തുടരുകയാണ്. സംഘർഷത്തിൽ വനിതാ പോലീസുകാരുടെ കൈക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. പ്രിസൈഡിംഗ് ഓഫീസർ സംസാരിക്കട്ടെ. പ്രിസൈഡിംഗ് ഓഫീസർ അറസ്റ്റ് ചെയ്യണം. ഫെലിക്സ് വിളിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഫെലിക്സ്. യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ തെരഞ്ഞെടുപ്പും കാണാറുണ്ട്, സംഘർഷമൊക്കെ കാണാറുണ്ട്. ഇത് ഈ ബാഗ് തട്ടിപ്പറിച്ച് ഓടുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് അറിയില്ല. ഇപ്പൊ അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണോ MSFന്റെ തർക്കം പോലീസുകാരുമായിട്ട്? ദിവിഷ, കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SFIക്ക് മൃഗീയ ആധിപത്യമുണ്ട്. പക്ഷേ കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഈ ഒരു നെക്കായിട്ടുള്ളൊരു മത്സരം നടക്കുന്നത്. അതിൽ കാസർഗോഡ് KSU MSF സഖ്യത്തിന് UUCകളുടെ എണ്ണം കൂടുതലുണ്ട് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൽ അല്പം മുമ്പ് നടന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ ഒരു കാസർഗോഡ് നിന്നുമുള്ള MSFന്റെ UUC ആയി വന്ന ഒരു വ്യക്തി അവർ മത്സരിക്കാൻ ഈ വോട്ടെടുപ്പിനായി ക്യൂ നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരുടെ കയ്യിൽ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു, പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ SFIയുടെ കണ്ണൂർ സർവകലാശാല യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി മത്സരിക്കുന്ന അതിഷ കെ, അവർ കാസർഗോഡ് നിന്നുള്ള നേതാവാണ്. ആ പെൺകുട്ടി ഓടി വന്ന് ഈ MSFകാരുടെ കയ്യിലുണ്ടായിരുന്ന ഐഡൻറ്റിറ്റി കാർഡും പേപ്പറും തട്ടിപ്പറിച്ച് ഓടുകയാണ് ഉണ്ടായത്. അങ്ങനെ തട്ടിപ്പറിച്ച് ഓടി അത് പോലീസുകാർ കണ്ടു. പോലീസുകാർ പിന്നാലെ ഓടി. അങ്ങനെ ഈ പെൺകുട്ടി നിലത്ത് വീണു. പോലീസുകാർ വട്ടം പിടിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി ഈ പേപ്പർ മറ്റൊരു SFI പ്രവർത്തകന് കൈമാറി. ആ പേപ്പറുമായി ആ SFI പ്രവർത്തകൻ പുറത്തേക്ക് ഓടി. പുറത്തൊരു കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ ഉണ്ടായിരുന്നവർക്ക് ഈ പേപ്പർ നൽകി, പേപ്പറും പാസും നൽകി. അവരതുമായി വളരെ വേഗം ഓടിപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഈ SFIയുടെ നേതാവാണ് അവർ. ജോയിൻറ്റ് സെക്രട്ടറി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഈ അതിഷയെ ഈ പോലീസുകാർ, വനിതാ പോലീസുകാർ തടഞ്ഞു വെച്ചു, പിടിച്ചു വെച്ചു. അപ്പോഴാണ് കൂടുതൽ SFI പ്രവർത്തകർ അവിടെ എത്തുകയും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ അകാരണമായി പിടിച്ചു വെച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവരെ ബലം പ്രയോഗിച്ച് SFIയുടെ വനിതാ പ്രവർത്തകരടക്കം എത്തി ഈ അതിഷ കെ എന്ന SFIയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. അവരെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസ് ഇവിടെയുണ്ട്. പോലീസ് സന്നാഹമുണ്ടെങ്കിലും SFIയുടെ വലിയ രീതിയിലുള്ള പുറത്തുനിന്നടക്കം SFIയുടെ പ്രവർത്തകരടക്കം ഇവിടെയുണ്ട്. MSFന്റെയും KSUവിൻ്റെയും പുറത്തുനിന്നടക്കമുള്ള പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉള്ളിൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. ശരി, എന്തായാലും ഉണ്ടാകാതിരിക്കട്ടെ, സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അല്പം മുൻപുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്ന സ്ഥിതിയിലേക്കൊക്കെ രാഷ്ട്രീയ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കണ്ണൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.